സുതൻ യേശുവേ. മാമാശതൻ വീണയിൽ കൂടെ മോദഗാനങ്ങൾ പാടും ഞാൻ. മാപാപി എന്നെ തേടി വന്നൊരു മാമനുസുതൻ യേശുവേ. മാമാശതൻ വീണയിൽ കൂടെ മോദഗാനങ്ങൾ പാടും ഞാൻ. സ്വർമഹിമകളാകവേ വെടിഞ്ഞിത്തരയതിൽ വന്നു താൻ. സർവലോകത്തിൻ സർവപാപവും തമ്പുരാൻ വഹിച്ചില്ലയോ. ഏകനാൽ വന്ന് പാതകം തീർപ്പാൻ ഏകനായവൻ വന്നതോ. സ്നേഹമാണതിൻ കാരണമെന്ന് തോർത്തു പാടി സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. മാപാപി എന്നെ തേടി വന്ന മാമനുസുതൻ യേശുവേ. മഹാപാപിയായി എന്നെ തേടി വന്ന വലിയവനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരനായ കർത്താവേ. അതെ, നമ്മെ തേടി വന്ന ഒരു നല്ല കർത്താവുണ്ട്. നമുക്ക് വേണ്ടി ജീവരക്തം ഊറ്റി തന്ന ഒരു കർത്താവുണ്ട്. ഒരിക്കൽ കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് കടന്നു പോവുകയായിരുന്നു. എന്നാൽ ബേഥാനിക്കും സമീപിച്ചപ്പോൾ കർത്താവ് തനിക്കെതിരെയുള്ളതായ ഗ്രാമത്തിലേക്ക് രണ്ടുപേരെ അയച്ചിട്ട്, ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. ഹല്ലേലൂയ. അതെ, കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന്? ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന്? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിനൊരു മറുപടിയുണ്ട്. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. നാം മഹാപാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി. നമ്മെ തേടി വന്ന ഒരു സ്വർഗീയ സ്നേഹമുണ്ട്. മഹാപാപിയായിരുന്ന എന്നെ തേടി വന്ന സ്വർഗീയ സ്നേഹം. ആദ്യ മനുഷ്യനായ ആദാം മൂലം വന്നതായ പാപത്തെ, ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ രണ്ടാം ആദം എന്ന് വിളിക്കപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറി. മഹാപാപിയായ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് കർത്താവ് തൻ്റെ ജീവരക്തം മറുവിലയായി ഊറ്റിക്കൊടുത്തു. കർത്താവ് പറയുന്നത്, ഈ കഴുതയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ നാം ഓരോരുത്തരും ഒരു പക്ഷേ കെട്ടപ്പെട്ട് കിടന്ന കഴുതകളെ പോലെയായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടുവാൻ മാർഗമില്ലാതെ, ഒരിക്കലും ജീവൻ്റെ വചനം കേൾക്കുവാൻ വഴിയില്ലാതെ, ജീവനുള്ള ദൈവം ആരാണെന്നറിയാതെ, ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നറിയാതെ എവിടെയോ കിടന്നപ്പോൾ നാം ഈ അന്ധകാരത്തിൻ്റെ കൂരിൽ നിറഞ്ഞതായ ലോകത്തിൽ ദുഷ്ടനായ പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ നമ്മെ തേടി വന്ന ഒരു മഹാസ്നേഹം. നാം എന്തുകൊണ്ടാണ് കർത്താവിന് മണിവീണ വീട്ടി ഗാനങ്ങൾ പാടുന്നത്? എന്തുകൊണ്ടാണ് നാം ഹൃദയം നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സ്നേഹമെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്? അതെ, നമ്മെ സ്നേഹിച്ച ഒരേ ഒരുവനേയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ഭൂമിയിൽ നമ്മെ സ്നേഹിക്കുന്നവർ പലരും ഉണ്ടായിരിക്കാം. എന്നാൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സ്നേഹങ്ങളെല്ലാം തണുത്തു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നാം എത്ര പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ നാം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ നാം ഒറ്റപ്പെട്ടു പോയേക്കാം, ചിലപ്പോൾ നാം കുറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചു പോയേക്കാം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്നവർ ആരും തന്നെ ഈ ലോകത്തിലില്ല. എന്നാൽ നമ്മെ ആയതുപോലെ അറിഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിച്ച ഒരുവനുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ചിന്തകളും അറിഞ്ഞ്,
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത ഒരു ദിവ്യ സ്നേഹമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ്, ജീവിതം കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ കാതുകളിൽ വന്ന് അലയ്ക്കുമ്പോൾ, ആ സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കുവാൻ ഭാഗ്യം ലഭിച്ചാൽ നാം എത്രയോ ഭാഗ്യശാലികളാണ്. ഇവിടെ നാം ഈ പാട്ടിൽ പാടുന്ന പോലെ തന്നെ, അതെ, കർത്താവ് സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞ് എല്ലാ സ്വർഗത്തിൽ തൻ്റെ പിതാവിനോട് കൂടെ സ്വർഗീയ ദൂതന്മാരോടുകൂടെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് കർത്താവിന് അവിടെ വാണരുളാമായിരുന്നു. എന്നാൽ ആ സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക്, പാപം നിറഞ്ഞതായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി സർവ്വ ലോകത്തിൻ്റെയും സർവ്വ പാപവും കർത്താവ് വഹിച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ചുമന്നുകൊണ്ട് കർത്താവ് ക്രൂശിനുമേൽ കയറി. ഹല്ലേലൂയ. ക്രൂശിൽ പിശാചിൻ്റെ തലയെ തകർത്ത് അവൻ ക്രൂശിനുമേൽ ജയോത്സവം കൊണ്ടാടി. എനിക്ക് ജയം നേടിത്തരുവാൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജയം നേടിത്തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ഒരു പാതകനെ പോലെ ക്രൂശിന്മേൽ കയറി, പാതകനെ പോലെ ക്രൂശിന്മേൽ കിടന്നു. ഹല്ലേലൂയ. തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിന്മേൽ ചൊരിഞ്ഞു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ മാടി വിളിക്കുന്നത്. ഈ കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ ഓരോരുത്തരെയും തേടി വന്നത്. ഈ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നാം നമ്മുടെ ജീവിതം വേർതിരിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിക്കുകയാണ്. മകനെ, നിൻ്റെ ജീവിതം എനിക്ക് തരുമോ? മകളെ, നിൻ്റെ ജീവിതം എനിക്ക് തരുമോ? നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുത്തു, എന്നാൽ നിൻ്റെ ജീവിതം നീ എനിക്ക് വേണ്ടി തരുമോ? ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഹല്ലേലൂയ. ഈ കഴുതയെ കെട്ടഴിക്കുന്നത് എന്തിന്? ഈ കഴുതയെ അഴിച്ചുവിടുന്നത് എന്തിന്? ഒരുപക്ഷെ നാം കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതകളായിരിക്കാം. നാം ഈ ഭൂമിയിൽ യാതൊരു പ്രയോജനമില്ലാത്തവരെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരും അങ്ങനെ തന്നെ പറയുന്നുണ്ടായിരിക്കാം. ആർക്കും പ്രയോജനമില്ലാത്തൊരു വ്യക്തി, വീടിന് പ്രയോജനമില്ല, നാടിന് പ്രയോജനമില്ല, സ്വന്തമായ ജീവിതത്തിൽ നമ്മെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നാം ആർക്കും പ്രയോജനമില്ലാത്തൊരു വ്യക്തിയാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശുവിന് വേണ്ടി നാം നമ്മുടെ ജീവിതം വേർതിരിച്ചാൽ കർത്താവ് നമ്മുടെ മേൽ വാഹനമേറും. കർത്താവ് നമ്മെ വാഹനമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ അഴിച്ചുവിടപ്പെട്ട കഴുതക്കുട്ടിമേൽ കർത്താവ് കയറിയിരുന്നപ്പോൾ എല്ലാവരും, കൊച്ചു കുഞ്ഞുങ്ങൾ സഹിതം, അതെ, കർത്താവിന് ഹോശന്ന പാടിയതുപോലെ നാം കർത്താവിന് വാഹനമായി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കും, കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്തും, കർത്താവിൻ്റെ മക്കളാക്കി തീർക്കും, കർത്താവിൻ്റെ മകളാക്കി, കർത്താവിൻ്റെ മകനാക്കി തീർക്കും. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് നമ്മുടെ കെട്ടഴിച്ചു വിടുന്ന ദിവസമായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ കെട്ടഴിച്ച്, കർത്താവ് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ച്, നമ്മെ ഈ ഭൂമിയിൽ കെട്ടിയിട്ടിരിക്കുന്നതായ പിശാചിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് കർത്താവിന് വേണ്ടി നമ്മെ സ്വതന്ത്രരാക്കി തീർക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. അത് ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുത്താൽ കർത്താവ് നമ്മെയും തൻ്റെ വാഹനമാക്കി മാറ്റും. കർത്താവ് ആ കഴുതക്കുട്ടിമേൽ കയറിയതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന് കർത്താവിന് പ്രവർത്തിക്കുവാൻ, കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മെയും ഉപയോഗിക്കും. ഈ കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു. ആ വിളി കേട്ടുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.